ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാം കേട്ടോ. അതിൽ വലിയ ചേരുവകളൊന്നുമില്ല, വെള്ളവും ഉപ്പും തേങ്ങയും ഇത്ര മാത്രമേ വേണ്ടി. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് കട്ടയാവാതെ ഇതുപോലെ ചെറുതായിട്ട് നനച്ചെടുക്കണം. ഇതാണ് കട്ടയായ അത് കഴിക്കാൻ പാടായിരിക്കും. അതുപോലെ കട്ടയാവാതെ ഇങ്ങനെ ഇത് കണക്ക് ഈ തരത്തിൽ നനച്ചെടുക്കണം. നല്ലൊരു പരുവമാണ് ഈ പരുവത്തിനിടുക. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, എല്ലാവർക്കും നനയ്ക്കാൻ അറിയാമല്ലോ. കുട്ടികൾക്കൊക്കെ അമ്മമാരെ കാര്യമല്ല കേട്ടോ, ഇപ്പോഴത്തെ മക്കളെ കാര്യമാണ്. ഇതുപോലെ ഇരിക്കണേ. ഓക്കെ, അപ്പം നമുക്ക് വെള്ളം വെച്ച് ചൂടാക്കണം. അപ്പോൾ ഇങ്ങനെ ഇതിൽ കുറ്റിയിൽ നിറയ്ക്കണം. ആദ്യം മാവിടണം, പിന്നെ കുറച്ച് തേങ്ങ ഇടണം, അത് കഴിഞ്ഞിട്ട് കുറച്ച് മാവിടണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം മാവും അങ്ങനെ ഏറ്റവും അവസാനം തേങ്ങയിട്ട് കുക്കറിൽ വയ്ക്കാം. അടപ്പെടുത്ത് അടച്ചു. ആവി വരുമ്പോൾ അറിയാം, ഇത് കൂടിയാണ് ആവി വരുമ്പോൾ അറിയാം. പിന്നെ ഒരുപാടുമില്ല, പുട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ് പുട്ട്. വെള്ളവും ഉപ്പ് പാകത്തിന് ഉപ്പും ഇട്ട്, ഉപ്പ് പൊടി ഇട്ടിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. കുറച്ച് വെള്ളം തളിച്ച് എടുത്താലും മതി. തളിച്ച് ആവശ്യത്തിന് നനച്ചെടുക്കണം. ഈ പരുവത്തിനെ ആവാവൂ കേട്ടോ. കട്ടയില്ലാതെ നല്ല രസമായിരിക്കും. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പലഹാരം തയ്യാറായി. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും എന്നൊക്കെയാണ് പറഞ്ഞു തന്നത്. ഒരുപാടുമില്ല, രാവിലെ എളുപ്പമുള്ള കാര്യമാണ്. ഗോതമ്പ് പുട്ട് പെട്ടെന്നുണ്ടാക്കാൻ കഴിയും. തലേ ദിവസമേ അരി കുതിർക്കണ്ട, ആട്ടണ്ട, ഒന്നും ചെയ്യണ്ട. എളുപ്പമുള്ള ഒരു പലഹാരമാണ്, രാവിലെയുള്ള പലഹാരമാണ് ഗോതമ്പ് പുട്ട്. പഴവും ഗോതമ്പ് പുട്ടും, അല്ലെങ്കിൽ കടലക്കറിയോ എന്ത് വേണോ ഇതിന് തയ്യാറാക്കാം. പയർ, പപ്പടം, കടല, എന്ത് വേണോ ഇതിൻ്റെ കൂടെ കഴിക്കാം. എന്ത് വെച്ച് വേണോ കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്, എളുപ്പവുമാണ്. ഓക്കെ, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് കൊടുക്കണം, സബ്സ്ക്രൈബ് കൊടുക്കണം, ഷെയറും കൊടുക്കണം. അപ്പോൾ ബൈ.